ഒരിക്കൽ കൂടി പാട്ട് ആസ്വദിക്കാനുള്ള ഒരു ആ, ദിവസത്തേക്ക് നമ്മൾ എത്തിച്ചേർന്നിരിക്കുന്നു. മ്യൂസിക് തെറാപ്പിയുടെ 112ാമത്തെ ദിവസമാണ്. ഇന്ന് നമ്മൾ അനുസ്മരിക്കുന്നത് വളരെ പ്രസിദ്ധനായ ആ, പ്ര- പ്രത്യേകിച്ച് ഇന്ത്യയിലെ മുഴുവൻ അല്ലെങ്കിൽ പാട്ട് ഇഷ്ടപ്പെടുന്നവരെ ഒരു ആരാധനാപാത്രമായിട്ടുള്ള സലീൽ ചൗധരിയെക്കുറിച്ചാണ്. മലയാളത്തിലും ഏത് ഭാഷയിലാണ് ഇല്ലാത്തത്, എല്ലാ ഭാഷകളിലും അദ്ദേഹം കൈവച്ചിട്ടുണ്ട്. മനോഹരമായ പാട്ടുകൾ, പ്രത്യേകിച്ച് മലയാളത്തെക്കുറിച്ച് പറയുമ്പോൾ പോലും അത്ര മനോഹരമായ പാട്ടുകളാണ് അദ്ദേഹത്തിലൂടെ ആ, നമുക്ക് ലഭിച്ചിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്ന് അദ്ദേഹത്തെ ഓർക്കാം, ആ, അദ്ദേഹത്തിൻ്റെ പാട്ടുകൾ പാടാം. അദ്ദേഹത്തെ നമ്മളുടെ വാക്കുകളിലൂടെ, നമ്മുടെ പാട്ടിൻ്റെ വരികളിലൂടെ അദ്ദേഹത്തിന് പ്രണാമം അർപ്പിക്കാം. അപ്പോൾ തുടക്കം എന്ന നിലയിൽ മനോജ് സാർ ആസ് യൂഷ്വൽ ഒരു ട്രിബ്യൂട്ട് അദ്ദേഹത്തിന് വേണ്ടി ചെയ്യുന്നുണ്ട്. നമുക്കത് ആദ്യം കേൾക്കാം. അതിനുശേഷം സലീൽ ചൗധരിയെക്കുറിച്ചൊക്കെ കൂടുതൽ സംസാരിച്ചുകൊണ്ട് പാട്ടിലേക്ക് വരാം. നിങ്ങളെല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. അതോടൊപ്പം മനോജ് സാർ, യു ആർ വെൽക്കം. താങ്ക് യു സോ മച്ച് സാർ. അപ്പോൾ സലിൽ ചൗധരി എന്ന് പറയുന്ന മഹാനായ സംഗീതജ്ഞനായിരുന്നു. അദ്ദേഹം ബംഗാളി ഭാഷയിൽ നിന്നാണ് സംഗീതം ചെയ്തു തുടങ്ങിയതിന് ശേഷം ഹിന്ദിയിൽ വളരെ പ്രസിദ്ധമായ ഗാനങ്ങളാണ്. സലിൽ ചൗധരി സംഗീത സംവിധാനം ചെയ്ത ഒരൊറ്റ പാട്ട് പോലും ആൾക്കാർ കേൾക്കാതിരുന്നിട്ടില്ല. അത്രമാത്രം മധുര ഗാനങ്ങളാണ്. പിന്നെ അദ്ദേഹം ചെയ്തിരുന്ന വേറൊരു കാര്യം, അദ്ദേഹത്തിൻ്റെ പാട്ടുകളുടെ ട്യൂൺ പല ഭാഷകളിൽ കേൾക്കാം. ഇപ്പോൾ മലയാളത്തിൽ നമ്മൾ കേൾക്കുന്ന അദ്ദേഹത്തിൻ്റെ പാട്ടുകൾ കേട്ടാൽ അതിനൊരു പ്രത്യേക സിഗ്നേച്ചർ ഉണ്ട്. കേട്ടാൽ അറിയാം ഇത് സലിൽ ചൗധരിയുടെ പാട്ടാണ്, നമ്മുടെ ഇളയരാജയുടെ പാട്ടെന്നൊക്കെ പറയുന്ന മാതിരി. അത്രമാത്രം പ്രത്യേകതയുള്ള ഒരു വേറിട്ട സംഗീത സംവിധാനമാണ് അത്. ഇന്ത്യയിൽ തന്നെ ആർക്കും അങ്ങനെ ഒരു കഴിവ് ഉണ്ടായിരുന്നില്ല. അതിന് കാരണം അദ്ദേഹത്തിന് പാശ്ചാത്യ സംഗീതവും നമ്മളുടെ ഹിന്ദുസ്ഥാനി സംഗീതവും കർണാട്ടിക് സംഗീതവും ഒക്കെ ആ, ഭയങ്കര നോളജായിരുന്നു. അദ്ദേഹത്തിൻ്റെ അച്ഛൻ ഡോക്ടറായിരുന്നു, പക്ഷെ അദ്ദേഹം വലിയൊരു സംഗീതജ്ഞനായിരുന്നു. അമ്മ പാട്ടുകാർ. ബംഗാളിയിൽ ഫാമിലികൾക്ക് അങ്ങനെ ഒരു പ്രത്യേകമുണ്ട്. അവരുടെ വീടുകളിലൊക്കെ പോയിട്ടുണ്ടെങ്കിലും എല്ലാവരും പാട്ട് പാടുന്നവരാണ്. പ്രത്യേകിച്ച് സ്ത്രീകൾ ഹാർമോണിയൊക്കെ വായിച്ചുകൊണ്ട് അവരുടെ മിക്കവാറും എല്ലാ വീടുകളിലും ഹാർമോണിയം പോലെ ഉണ്ട്. അതിമനോഹരമായിട്ട് ഹാർമോണിയം വായിച്ചുകൊണ്ട് പാട്ട് പാടുന്നവരാണ് സ്ത്രീകൾ അധികവും. അപ്പോൾ അങ്ങനെ ഒരു സംഗീത കുടുംബത്തിലാണ് അദ്ദേഹം ജനിച്ചത്. അപ്പോൾ ആ പാട്ട് അദ്ദേഹം ചെറുപ്പത്തിലേ തൊട്ട് പഠിച്ചിട്ടൊക്കെ, അദ്ദേഹത്തിൻ്റെ ജ്യേഷ്ഠൻ സംഗീത സംവിധായകനായിരുന്നു. അപ്പോൾ അച്ഛൻ എല്ലാ തരത്തിലുള്ള സംഗീതം കേൾക്കുന്ന ആളുമായിരുന്നു. വെസ്റ്റേൺ മ്യൂസിക്കൊക്കെ അക്കാലത്തെ പ്രസിദ്ധമായ പല വെസ്റ്റേൺ ബാൻഡുകളുടെയൊക്കെ അതായത് റെക്കോർഡൊക്കെ LP എന്നൊക്കെ പറയുന്ന റെക്കോർഡ്, അപ്പോൾ അതെല്ലാം കേട്ടാണ് ഇദ്ദേഹം വളർന്നു. അപ്പോൾ ആ ഒരു ഛായ അദ്ദേഹത്തിന് കിട്ടി. അതിനുശേഷം അദ്ദേഹം വെസ്റ്റേൺ മ്യൂസിക് വളരെ അഗാധമായി പഠിക്കുകയുണ്ടായി. അപ്പോൾ അതുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ പാട്ടിന് ഈ രണ്ട് കോമ്പിനേഷനാണ്. വെസ്റ്റേൺ മ്യൂസിക്കും ഉണ്ട്, നമ്മളുടെ ഹിന്ദുസ്ഥാനി സംഗീതത്തിൻ്റെ ബേസ് ഉണ്ട്. അതുകൊണ്ടാണ് ഇദ്ദേഹത്തിൻ്റെ പാട്ടിൻ്റെ പ്രത്യേകത ഒരു ഓർക്കസ്ട്രൈസേഷനാണ്. അതിമനോഹരമായിട്ടാണ് ഓർക്കസ്ട്രേഷൻ കേട്ടാൽ. പാട്ടിൻ്റെ പ്രത്യേകിച്ച് പശ്ചാത്തല സംഗീതമൊക്കെ എല്ലായ്പ്പോഴും അങ്ങനെ തന്നെയായിരിക്കും. അദ്ദേഹത്തിൻ്റെ പാട്ടിന് വലിയ പ്രത്യേകതയാണ്. എല്ലാ വെസ്റ്റേൺ മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻസും അദ്ദേഹം ഉപയോഗിക്കുമായിരുന്നു, അദ്ദേഹം പ്ലേ ചെയ്യുമായിരുന്നു. അതിനെക്കുറിച്ച് അഗാധമായ നോളജും ഉണ്ടായിരുന്നു. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ സലിൽ ചൗധരിയെ ഈക്വലൈസ് ചെയ്ത് വെക്കാൻ ഒരു മ്യൂസിക് ഡയറക്ടർ ഇല്ല. അത്രമാത്രം വ്യത്യസ്തനാണ് അദ്ദേഹം. അപ്പോൾ ഇന്ത്യയിലെടുത്താൽ, മലയാളത്തിലെടുത്താൽ ഒരുപാട് സംഗീത സംവിധായകരുണ്ടെങ്കിലും ഈ പറയുന്ന ക്വാളിറ്റീസൊക്കെ സലിൽ ചൗധരിക്ക് മാത്രമുള്ളതാണ്. അത്ര പാണ്ഡിത്യമാണ് അദ്ദേഹത്തിൻ്റെ സംഗീത സംവിധാനത്തിൽ. അതുകൊണ്ടാണ് അദ്ദേഹം ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ പാട്ടുകൾ ബ്ലെൻഡ് ചെയ്യുമായിരുന്നു. നമ്മളിപ്പോൾ കേൾക്കുന്ന പല പാട്ടുകൾ ബംഗാളിയിൽ കേൾക്കാം, അല്ലെങ്കിൽ ഹിന്ദിയിൽ കേൾക്കാം. കാരണം ഒരുപാട് ട്യൂണുകൾ അദ്ദേഹത്തിൻ്റെ തന്നെ പാട്ടുകളാണ്. അപ്പോൾ അത് ആ സാഹചര്യം അദ്ദേഹം ഉപയോഗിക്കുമായിരുന്നു. അപ്പോൾ അതൊക്കെയാണ് സലിൽ ചൗധരിയെക്കുറിച്ച് പറഞ്ഞു തുടങ്ങിയാൽ ഇപ്പോഴും നിൽക്കില്ല. അത്രമാത്രം പാട്ടുകളാണ്. അദ്ദേഹം മരിച്ചുപോയത് 1995 സെപ്റ്റംബർ 5 ആയിരുന്നു അദ്ദേഹം മരിച്ചുപോയ ദിവസം. അപ്പോൾ അന്ന് നമുക്ക് അദ്ദേഹത്തിൻ്റെ നമ്മുടെ ഓർമ്മകളാണല്ലോ നമ്മുടെ ഈ പ്ലാറ്റ്ഫോമിൽ എപ്പോഴും ഇങ്ങനെയുള്ള പ്രതിഭാധനന്മാരായ പ്രശസ്തരായ സംഗീതജ്ഞരെയൊക്കെ ഓർക്കുന്ന ദിവസമായിരുന്നു സെപ്റ്റംബർ 5 നമ്മൾക്ക് ഓണവുമായിട്ട് ബന്ധപ്പെട്ടിട്ടൊന്നും ഓർക്കാൻ പറ്റിയില്ല. പക്ഷേ എങ്കിലും നമ്മൾ ഈ മാസം തന്നെ അത് വീണ്ടും സാബു സാർ അതിനെക്കുറിച്ചൊക്കെ ഒരു ഓർമ്മ കൊണ്ടുവരും. അത് ഇവിടെ ഓർമ്മിക്കപ്പെടാനുള്ള ഒരു അവസരം
ഒരുക്കുകയും ചെയ്യാൻ പ്രത്യേകം നന്ദിയുണ്ട്. എന്നെ ഇങ്ങനെ ഒരു ട്രിബ്യൂട്ട് ചെയ്യാൻ അങ്ങനെ ഒരു അവസരം കിട്ടി വളരെ മഹാഭാഗ്യമായിട്ടാണ് സബു സാർ ഞാൻ കരുതുക. കാര്യം എത്രമാത്രം പ്രതിഭാധനായ ഒരു മ്യൂസിക് ഡയറക്ടർ, നമ്മളൊക്കെ കേട്ട് തുടങ്ങിയ മലയാളത്തിൽ ചെമ്മീൻ എന്ന് പറഞ്ഞ സിനിമയിൽ രാമുക്കാരിയായിട്ടാണ് അദ്ദേഹത്തിൻ്റെ എല്ലാ പാട്ടുകളും ആദ്യമായിട്ട് മലയാളികൾക്ക് കേട്ടുകൊടുത്തത്. വലിയ സിനിമയും ആയിരുന്നില്ല. അതിൽ തുടങ്ങി അദ്ദേഹം എത്രയോ സിനിമകൾക്ക് വേണ്ടി മലയാളത്തിലെ സിനിമകളൊക്കെ വളരെ ധന്യമാക്കിയിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹത്തിനെ ഒന്ന് ഓർക്കാൻ അദ്ദേഹത്തിൻ്റെ ഒരു ട്രിബ്യൂട്ടിന് വേണ്ടിയിട്ട് ഒരു ചെറിയ വീഡിയോ ചെയ്തിട്ടുണ്ട്. ഞാനതൊന്ന് ഷെയർ ചെയ്യാതെ സബു സാറെ കാണാമല്ലോ അല്ലേ? സബു സാറെ കാണാം. യെസ്. So this is a tribute to legendary Salil Chowdhury. സംഗീതത്തിന് ഭാഷയില്ലെന്ന് വിശ്വസിച്ച അതുല്യ പ്രതിഭ സലിൽ ചൗധരിക്ക് ഒരു ഓർമ്മപ്പൂവ്. സംഗീതത്തിന് ഭാഷയുടെ അതിർവരമ്പുകളില്ലെന്ന് വിശ്വസിക്കുകയും തൻ്റെ ഈണങ്ങളിലൂടെ അത് തെളിയിക്കുകയും ചെയ്ത അതുല്യ പ്രതിഭയായിരുന്നു സലിൽ ചൗധരി. ഇന്ത്യൻ ശാസ്ത്രീയ സംഗീതവും പാശ്ചാത്യ ഓർക്കസ്ട്രേഷനും നാടൻ പാട്ടുകളും സമന്വയിപ്പിച്ച് അദ്ദേഹം ചിട്ടപ്പെടുത്തിയ ഈണങ്ങൾ ഇന്നും സംഗീതപ്രേമികളുടെ മനസ്സിൽ മായാതെ നിൽക്കുന്നു. ഓരോ ഗാനത്തിലും സന്തോഷവും ദുഃഖവും പ്രണയവും വിപ്ലവവും അദ്ദേഹം ഒരേപോലെ വരച്ചുകാട്ടി. ഒരു സംഗീത സംവിധായകൻ എന്നതിലുപരി ഗാനങ്ങളിലൂടെ കഥ പറഞ്ഞ ഒരു കലാകാരനായിരുന്നു അദ്ദേഹം. ബംഗാളി സിനിമയിൽ തുടങ്ങി ഹിന്ദി, മലയാളം തുടങ്ങിയ ഭാഷകളിലും അദ്ദേഹം തൻ്റെ കഴിവ് തെളിയിച്ചു. ഓരോ പാട്ടിലും ഒരു പ്രത്യേക ഭാവം സൃഷ്ടിക്കാനുള്ള അദ്ദേഹത്തിൻ്റെ കഴിവ് എടുത്തു പറയേണ്ട ഒന്നാണ്. ഇന്ത്യൻ സംഗീതത്തിന് മറക്കാനാവാത്ത സംഭാവനകൾ നൽകിയ മഹാനായ സംഗീതജ്ഞനായിരുന്നു സലിൽ ചൗധരി. 1995 സെപ്റ്റംബർ 5 അദ്ദേഹം നമ്മെ വിട്ടുപിരിഞ്ഞെങ്കിലും അദ്ദേഹത്തിന്റെ ചരമവാർഷികം ദുഃഖിക്കാനുള്ള ദിവസമല്ല, മറിച്ച് അദ്ദേഹം ബാക്കി വെച്ച അവിശ്വസനീയമായ കലാപാരമ്പര്യം സ്മരിക്കാനുള്ള ദിവസമാണ്. 1925 ജനിച്ച സലിൽ ഒരു ബഹുമുഖ പ്രതിഭയായിരുന്നു. അദ്ദേഹം ഒരു സംഗീത സംവിധായകൻ മാത്രമല്ല, ഗാനരചയിതാവും എഴുത്തുകാരനും കവിയും സംവിധായകനും കൂടിയായിരുന്നു. സംഗീതം കേവലം രാഗവും താളവുമല്ലെന്നും അത് കഥ പറച്ചിലും വികാരങ്ങളും സാമൂഹിക മാറ്റങ്ങളും കൂടിയാണെന്ന് അദ്ദേഹം മനസ്സിലാക്കി. സലിൽ ചൗധരിയുടെ സംഗീതം 2 ലോകങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഒരു പാലമായിരുന്നു. ബംഗാളി നാടോടി സംഗീതത്തിന്റെ തനതായ ശൈലികളെ പാശ്ചാത്യ ക്ലാസിക്കൽ സംഗീതത്തിന്റെ സങ്കീർണമായ ഇനങ്ങളുമായി അദ്ദേഹം സമന്വയിപ്പിച്ചു. പിയാനോ, വയലിൻ, ചെല്ലോ തുടങ്ങിയ ഉപകരണങ്ങൾ ഇന്ത്യൻ സിനിമയിൽ അതേവരെ കേട്ടുകേഴ്വിയില്ലാത്ത വിധത്തിൽ ഉപയോഗിച്ച് അദ്ദേഹം ഓർക്കസ്ട്രേഷന്റെ മാന്ത്രികനായി മാറി. അദ്ദേഹത്തിന്റെ പ്രതിഭ സംഗീതത്തിൽ മാത്രം ഒതുങ്ങുന്നതായിരുന്നില്ല. അനീതിക്കും അസമത്വത്തിനുമെതിരെ തന്റെ കലയെ ഒരു ആയുധമായി ഉപയോഗിച്ച ധീരനായിരുന്നു സലിൽ ചൗധരി. ഇന്നും അദ്ദേഹത്തിന്റെ സംഗീതം നമ്മളിൽ ഒരു മാറ്റൊലി കൊള്ളിക്കുന്നു. അദ്ദേഹത്തിന്റെ ഗാനങ്ങൾ ഇന്നും പ്രിയങ്കരമായി തുടരുന്നതും പുതിയ തലമുറകൾ ഏറ്റെടുക്കുന്നതും അദ്ദേഹത്തിന്റെ കലാതീതമായ പ്രതിഭയ്ക്കുള്ള തെളിവാണ്. സംഗീതത്തിന് ആളുകളെ ഒരുമിപ്പിക്കാനും മുറിവുണക്കാനും പ്രചോദിപ്പിക്കാനും കഴിയുമെന്ന് അദ്ദേഹം നമ്മെ പഠിപ്പിച്ചു. സലിൽ ചൗധരിയെ ഇന്ന് നാം ഓർക്കുമ്പോൾ അദ്ദേഹത്തിന്റെ ഗാനങ്ങൾ കേൾക്കുക മാത്രമല്ല, അതിന് പിന്നിലെ മനുഷ്യനെ മനസ്സിലാക്കുകയും ചെയ്യാം. കലയുടെ അതിരുകൾ ഭേദിച്ച തന്റെ കഴിവ് ലോകത്തെ മികച്ചതാക്കാൻ ഉപയോഗിച്ച ആ പ്രതിഭാശാലിയുടെ ഓർമ്മകൾ ഓരോ ഈണത്തിലും ഓരോ സ്വരത്തിലും അദ്ദേഹത്തിന്റെ സംഗീതം സ്പർശിച്ച ഓരോ ഹൃദയത്തിലും ഇന്നും ജീവിക്കുന്നു. ഇനി സലിൽ ചൗധരി സംഗീത സംവിധാനം നിർവഹിച്ച മലയാള സിനിമയിലെ ചില ഗാനങ്ങൾ കേൾക്കാം. ഭൂമി തൻ സംഗീതം നീ, മണ്ണിലും വിണ്ണിലും പൊൻതുടി കേളി നളിനം വിടരു കുറുമൊഴി മുല്ലപ്പൂവേ എന്നാത്മാവിലാകെ വനജോത്സ്ന പോലെ ചിരിക്കൂ നീ ചിരിക്കൂ
അകലെ നിറന്ന പൊൻചിറകുമായി പറന്നണഞ്ഞു വൃശ്ചികപ്പെണ്ണേ വേളിപ്പെണ്ണേ വെറ്റില പാക്കുണ്ടോ അപ്പോൾ സൗ സാറേ, ഇതായിരുന്നു നമ്മൾക്ക് ഇന്ന് സലിൽ ചൗധരിക്ക് നൽകാൻ പറ്റിയ ഒരു ട്രിബ്യൂട്ട്. അദ്ദേഹത്തിൻ്റെ ഏത് ഗാനങ്ങൾ സെലക്ട് ചെയ്യണമെന്ന് എനിക്ക് പോലും ഒരു സംശയമായിരുന്നു. അത്രമാത്രം ഗാനങ്ങൾ, മനോഹരമായ ഗാനങ്ങളാണ് സലിൽ ചൗധരിയുടേത്. അതുകൊണ്ട് വളരെ ചുരുങ്ങിയ ഗാനങ്ങൾ മാത്രം നമ്മൾ ഇന്നത്തെ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ. അതുകൊണ്ട് ഓവർ ടു യു സാബു സാർ, നമുക്ക് അടുത്ത സെഷനിലേക്ക് നടക്കാം. താങ്ക് യു വെരി മച്ച്. ഓക്കെ, അപ്പം സാർ പറഞ്ഞ പോലെ ഒരു മഹാധനൻ തന്നെയായിരുന്നു സലീൽ ചൗധരി. അദ്ദേഹം 26ഓളം പാട്ടുകൾ മലയാളത്തിൽ, 27 പാട്ടുകൾ സിനിമകളിൽ, മലയാളം സിനിമകളിൽ അദ്ദേഹം പശ്ചാത്തല സംഗീതവും അതുപോലെ തന്നെ ഗാനങ്ങൾ രചിച്ചു. ചെമ്മീൻ തുടങ്ങി അവസാനം തുമ്പോളി കടപ്പുറം വരെയുള്ള 1965 മുതൽ 95 വരെയുള്ള കാലഘട്ടങ്ങളിൽ മലയാളത്തിന് വേണ്ടി എന്ന് പറയുമ്പം എത്രമാത്രം സിനിമകൾക്ക് വേണ്ടി അദ്ദേഹത്തിൻ്റെ തൂലിക ചലിപ്പിച്ചു എന്ന് പറയുമ്പോൾ വിശ്വസിക്കാൻ പോലും പറ്റത്തില്ല. എന്തൊരു വലിയ ഒരു പ്രാഗൽഭ്യമുള്ള വ്യക്തിയായിരുന്നു അദ്ദേഹം എന്നുള്ളത്. അദ്ദേഹത്തിൻ്റെ പിതാവിൽ നിന്ന് തന്നെയാണ് അദ്ദേഹത്തിൻ്റെ ആ പ്രോസസ്സ് അല്ലെങ്കിൽ ആ പഠനമെല്ലാം തുടങ്ങുന്നത്. പശ്ചിമ ബംഗാളിലെ ഒരു തേയിലത്തോട്ടം അദ്ദേഹത്തിൻ്റെ കുട്ടിക്കാലം ചിലവഴിച്ചിരുന്നത് എന്നാണ് പറയപ്പെടുന്നത്. തേയിലത്തോട്ടത്തിൽ അദ്ദേഹത്തിൻ്റെ പിതാവ് നാടകങ്ങളൊക്കെ അവതരിപ്പിക്കുന്നതിൽ പ്രശസ്തനായിരുന്നു. അതിൻ്റെ ഭാഗമായി അദ്ദേഹവും ഇങ്ങനെയുള്ള പ്രോസസ്സിലൂടെ, പാട്ടുകളിലൂടെയൊക്കെ കടന്ന് അങ്ങനെ കൗമാരത്തിലും തുടർന്നുള്ള ബിരുദ പഠനങ്ങളിലുമെല്ലാം പാട്ടിൻ്റെ ലോകത്തായി. മനോഹരമായ അനേകം ഗാനങ്ങൾ, 27 മലയാള സിനിമകൾ, 13 ഭാഷകളിൽ, 75ലധികം ഹിന്ദി സിനിമകൾ, 41 ബംഗാളി സിനിമകൾ, ഇതൊക്കെ അല്ലാതെ മറാത്തി, തമിഴ്, തെലുങ്ക്, കന്നഡ, ഗുജറാത്തി, ഒഡിയ, അസാമീസ്, ഇങ്ങനെ അനേകം സിനിമകൾ, ഭാഷകളിലെ സിനിമകളൊക്കെ അദ്ദേഹം ചെയ്തു എന്ന് പറയുമ്പോൾ എത്ര അത്ഭുതമാണ് നമുക്കുണ്ടാകുന്നത്. തീർച്ചയായിട്ടും 1-2 പാട്ടുകൾ നമുക്ക് അദ്ദേഹത്തിൻ്റെ ട്രിബ്യൂട്ട് എന്ന നിലയിൽ പാടാം. അതിൽ തീർച്ചയായിട്ടും ഓണക്കാലമായതുകൊണ്ട് തന്നെ ഏറ്റവും മനോഹരമായ ഒരു പാട്ട് അദ്ദേഹത്തിന് നമുക്ക് നൽകിയിരിക്കുന്നത് പൂവിളി പൂവിളി പൊന്നോളമായി. സലീൽ ചൗധരിയുടെ മ്യൂസിക്, ശ്രീകുമാരൻ തമ്പി സാർ എഴുതിയത്, കെ.ജെ. യേശുദാസിൻ്റെ വാക്ക്, വിഷുക്കണി എന്ന സിനിമയ്ക്ക് വേണ്ടി. അപ്പോൾ ഇത് നമുക്ക് തുടങ്ങാം. ഓണക്കാലവും നമുക്ക് ഓർമ്മിപ്പിക്കാനുണ്ട്. അതേപോലെ തന്നെ സലീൽ ചൗധരിയും മനോഹരമായി, ഇപ്പോൾ പൂവില്ലാതെ എന്ത് ഓണക്കാലം അല്ലേ. അപ്പോൾ ഈ പാട്ടിൽ നിന്ന് നമുക്ക് തുടങ്ങാം ഇന്നത്തെ പാട്ടുവിശേഷം അല്ലെങ്കിൽ മ്യൂസിക് തെറാപ്പി. സോ ഈ പാട്ടൊന്ന് പാടാൻ തീർച്ചയായിട്ടും നമ്മുടെ ഷീലമ്മ ഉണ്ടല്ലോ അല്ലേ. ഷീലമ്മ ഒന്ന് പാടൂ, എന്നിട്ട് നമ്മൾ പുറകെ പാടാം. ഉണ്ട് സാറേ. എല്ലാവർക്കും ഗുഡ് ഈവനിങ്. വേണുഗോപാൽ സാറ്, ശ്രീകുമാരി മാം, പിന്നെ എല്ലാരെയും കണ്ടിട്ട് കുറച്ച് നാളായി. നല്ലൊരു പാട്ടാണിത്. പൂവിളി പൂവിളി പൊന്നോണമായി, നീ വരൂ പൊന്നോണത്തുമ്പി. പൂവിളി പൂവിളി പൊന്നോണമായി, നീ വരൂ പൊന്നോണത്തുമ്പി. ഈ പൂവിളിയിൽ മോഹം പൊന്നിൻ മുത്തായി മാറ്റും പൂവയലിൽ, നീ വരൂ ഭാഗം വാങ്ങാൻ പൂവിളി പൂവിളി പൊന്നോണമായി. നീ വരൂ പൊന്നോണത്തുമ്പി. പൂ കൊണ്ടു മൂടും പൊന്നിൻ ചിങ്ങത്തിൽ, പുല്ലാങ്കുഴൽ കാറ്റത്താടും ചമ്പാവിൻ പാടം. പൂ കൊണ്ടു മൂടും പൊന്നിൻ ചിങ്ങത്തിൽ,
പുല്ലാങ്കുഴൽ കാറ്റത്താടും ചമ്പാവിൻ പാടം. ഇന്നേ കൊയ്യാം നാളെ ചെന്നാൽ അത്തം ചിത്തിര ചോതി. ഇന്നേ കൊയ്യാം നാളെ ചെന്നാൽ അത്തം ചിത്തിര ചോതി. പുന്നല്ലിൻ പൊന്മല പൂമുറ്റം തോറും നീ വരൂ പൊന്നോണത്തുമ്പി. ഈ പൂവിളിയിൽ മോഹം പൊന്നിൻ മുത്തായി മാറ്റും പൂവയലിൽ. നീ വരൂ ഭാഗം വാങ്ങാൻ പൂവിളി പൊന്നോണമായി. പൂവിളി പൊന്നോണമായി. ഓക്കെ സർ. താങ്ക് യു. തീർച്ചയായിട്ടും ഒരു ഓണത്തിൻ്റെ സന്തോഷം തീർച്ചയായിട്ടും നമ്മളിലേക്ക് കടന്നു വരുന്ന മനോഹരമായ പാട്ടാണ്. യെസ്, ആരാണ് ഈ അടുത്ത് പാടുന്നത്? വന്ന് അൺമ്യൂട്ട് ചെയ്താൽ മതി, ഞാൻ വിളിക്കാം. ആദ്യം അൺമ്യൂട്ട് ചെയ്യുന്ന ആളെ ഞാൻ വിളിക്കാം. യെസ്, രമാദേവി മാം പഠിക്കും. അൺമ്യൂട്ട് ചെയ്ത് പാടും. പൂവിളി പൊന്നോണമായി, നീ വരൂ പൊന്നോണത്തുമ്പി. ഈ പൂവിളിയിൽ മോഹം പൊന്നിൻ മുത്തായി മാറ്റം പൂവയലിൽ. നീ വരൂ ഭാഗം വാങ്ങാൻ പൂവിളി പൊന്നോണമായി. പൂ കൊണ്ട് മൂടും പൊന്നിൻ ചിങ്ങത്തിൽ പുല്ലാങ്കുഴൽ കാറ്റത്താടും ചമ്പാവിൻ പാടം. പൂ കൊണ്ട് മൂടും പൊന്നിൻ ചിങ്ങത്തിൽ പുല്ലാങ്കുഴൽ കാറ്റത്താടും ചമ്പാവിൻ പാടം. ഇന്നേ കൊയ്യാം നാളെ ചെന്നാൽ അത്തം ചിത്തിര ചോതി. ഇന്നേ കൊയ്യാം നാളെ ചെന്നാൽ അത്തം ചിത്തിര ചോതി. പൊന്നന്നിൻ പൊന്മല പൂമുറ്റം തോറും നീ വരൂ പൊന്നോണത്തുമ്പി. ഈ പൂവിളിയിൽ മോഹം പൊന്നിൻ മുത്തായി മാറ്റും പൂവയലിൽ. നീ വരൂ ഭാഗം വാങ്ങാൻ പൂവിളി പൊന്നോണമായി. നീ വരൂ പൊന്നോണത്തുമ്പി. ഈ പൂവിളിയിൽ മോഹം പൊന്നിൻ മുത്തായി മാറ്റും പൂവയലിൽ. നീ വരൂ ഭാഗം വാങ്ങാൻ പൂവിളി പൊന്നോണമായി. താങ്ക് യു സാർ. ഞാൻ പാടാം സാറേ. പഠിക്കും ശ്രീമാര് പഠിക്കും. പൂവിളി പൊന്നോണമായി, നീ വരൂ പൊന്നോണത്തുമ്പി. പൂവിളി പൊന്നോണമായി, നീ വരൂ പൊന്നോണത്തുമ്പി. ഈ പൂവിളിയിൽ മോഹം പൊന്നിൻ മുത്തായി മാറ്റും പൂവയലിൽ. നീ വരൂ ഭാഗം വാങ്ങാൻ പൂവിളി പൊന്നോണമായി. പൂ കൊണ്ടു മൂടും പൊന്നിൻ ചിങ്ങത്തിൽ പുല്ലാങ്കുഴൽ കാറ്റത്താടും ചമ്പാവിൻ പാടം. പൂ കൊണ്ടു മൂടും പൊന്നിൻ ചിങ്ങത്തിൽ ഇന്നേ കൊയ്യാം നാളെ ചെന്നാൽ അത്തം ചിത്തിര ചോതി. ഇന്നേ കൊയ്യാം നാളെ ചെന്നാൽ അത്തം ചിത്തിര ചോതി. പൂനെല്ലിൻ പൊന്മാല പൂമുറ്റം തോറും നീ വരൂ പൊന്നോലത്തുമ്പി. ഈ പൂവിളിയിൽ മോഹം പൊന്നിൻ മുത്തായി മാറ്റും പൂവയലിൽ. നീ വരൂ ഭാഗം വാങ്ങാൻ പൂവിളി പൊന്നോണമായി. താങ്ക് യു സാർ. ഇനി ആരാണ്? വേണുഗോപാൽ സാർ. പഠിക്കും. പൂവിളി പൊന്നോണമായി, നീ വരൂ പൊന്നോണത്തുമ്പി. പൂവിളി പൊന്നോണമായി,
നീ വരൂ പൊന്നോണത്തുമ്പി ഈ പൂവിളിയിൽ മോഹം പൊന്നിൽ മുത്തായി മാറ്റും പൂവയലിൽ നീ വരൂ പാദം വാങ്ങാൻ പൂവിളി പൊന്നോണമായി നീ വരൂ പൊന്നോണത്തുമ്പി പൂ കൊണ്ടു മൂടും പൊന്നിൻ ചിങ്ങത്തിൽ പൂ കൊണ്ടു മൂടും പൊന്നിൻ ചിങ്ങത്തിൽ പുല്ലാങ്കുഴൽ കാറ്റത്തോടും ചെമ്പാടൻ പാടും ഇന്നേ കൊയ്യാം നാളെ